നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാൻജോസ് എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീണ്ടും ചർച്ചയാകുകയാണ്. ഒന്നും രണ്ടുമല്ല, 2000 കോടി ഡോളറിന്റെ പൊന്നും വെള്ളിയും മരതകവുമാണ് കടലിൽ കിടക്കുന്നത്. വൻ നിധിശേഖരവുമായി 300 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ തകർത്ത ഒരു സ്പാനിഷ് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവന്നതും നിധിശേഖരം പുറത്തെടുക്കാനുള്ള നീക്കവുമാണ് ചർച്ചകളിൽ നിറയുന്നത്. 1708 ജൂണിലാണ് കൊളംബിയയുടെ തീരത്ത് വെച്ച് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ സാൻജോസ് മുങ്ങുന്നത്. ഇന്നത്തെ കണക്കനുസരിച്ച് 2000 കോടി ഡോളർ വിലയുള്ള നിധിശേഖരമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 600ഓളം നാവികരിൽ 11 പേർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. കൊളംബിയൻ നാവികസേന 2015 തന്നെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആന്റിക്വിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കടലിനടിയിൽ 1970 അടി താഴ്ചയിലാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. ഇതിനു ചുറ്റും ഒട്ടേറെ നാണയങ്ങളും ചിതറിക്കിടക്കുന്നതായി കാണാം. നൂതനമായ അണ്ടർ വാട്ടർ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. വലിയ തോതിൽ കപ്പലിൽ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കോബ്സ് അല്ലെങ്കിൽ മാക്കുക്വിനാസ് എന്നറിയപ്പെടുന്ന നാണയങ്ങളാണ് ഇതെന്ന് പറയപ്പെടുന്നു. ഈ നാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടത് 1707 ഇവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില നാണയങ്ങളിൽ പെറുവിലെ ലിമയുടെ അടയാളങ്ങളും സ്പെയിൻ സാമ്രാജ്യത്തിന്റെ ചിഹ്നങ്ങളായ കാസ്റ്റലൈന്റെയും ലിയോണിന്റെയും രാജകീയ ചിഹ്നങ്ങളും മുദ്ര കുത്തിയിട്ടുണ്ട്. കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഈ നാണയങ്ങളെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ തെളിവുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സാൻജോസിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്നാണ്. 1662 മുതൽ 1722 വരെ 1662 മുതൽ 1722 വരെയുള്ള കാങ്സി കാലഘട്ടത്തിലെ ചൈനീസ് പോഴ്സലൈൻ പാത്രങ്ങളും 1665 വരെയുള്ള 17ാം നൂറ്റാണ്ടിലെ പീരങ്കികളും കപ്പലിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 2015 കൊളംബിയൻ നാവികസേന ഇത്തരത്തിലുള്ള ഒരു കപ്പൽ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2022 മറ്റൊരു സംഘം കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. 1981 സാൻജോസ് കണ്ടെത്തിയതായി അമേരിക്കൻ ഗവേഷണ കമ്പനിയായ ഗ്ലോക്കാമോറ അവകാശപ്പെട്ടിരുന്നു. കപ്പൽ വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പകുതി സമ്പത്ത് തങ്ങൾക്ക് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. കൊളംബിയയുടെ അന്നത്തെ പ്രസിഡന്റ് ജുവാൻ മാനുവൽ സാന്റോസ് ഇതിനെ എതിർക്കുകയായിരുന്നു. ഈ കപ്പലിന് ഒരുപാട് ചരിത്രമുണ്ട്. ആ ചരിത്രങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സ്പെയിനിലെ ഗിബുസ്ക്വ പ്രവിശ്യയ്ക്കടുത്തുള്ള പട്ടണമായ ഉസുർബില്ലിലെ ഒരു കപ്പൽശാലയിലാണ് സാൻജോസ് പണി കഴിപ്പിച്ചത്. ഫ്രാൻസിസ്കോ ആന്റോണിയോ ഗാരറ്റ് രൂപകൽപ്പന ചെയ്ത കപ്പൽ പെദ്രോ ഡി അരഹ്തേഗിയാണ് നിർമ്മിച്ചത്. 1697 തുടങ്ങിയ നിർമ്മാണം 1698 പൂർത്തിയാകുകയും ചെയ്തു. ഒരേ സമയം 2 കപ്പലുകളാണ് അന്ന് നിർമ്മിച്ചത്. ഇരട്ട കപ്പലുകൾക്ക് സാൻജോസ് എന്നും സാൻ വാക്കിൻ എന്നും പേര് നൽകി. 2 കപ്പലുകളും സ്പാനിഷ് സൈന്യത്തിന്റെ കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമായി. സ്പാനിഷ് യുദ്ധകാലത്ത് സ്പെയിനിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ സ്പാനിഷ് സൈന്യത്തിന് പ്രത്യേകം കപ്പൽ വ്യൂഹങ്ങളും സമുദ്രപാതകളും ഉണ്ടായിരുന്നു. അതിലൂടെയായിരുന്നു സാൻജോസിന്റെ യാത്രകളൊക്കെയും. 1700 നവംബറിൽ സ്പെയിൻ ഭരിച്ചിരുന്ന ചാൾസ് രണ്ടാമൻ രാജാവ് മരണപ്പെട്ടു. മക്കളില്ലാത്ത രാജാവ് തന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്നത് ഫ്രാൻസിലെ ലൂയിസ് 14 ചെറുമകൻ ഫിലിപ്പിനെയായിരുന്നു. എന്നാൽ ഫിലിപ്പിന്റെ സ്ഥാനാരോഹണത്തെ ഓസ്ട്രിയൻ രാജാവ് ലിയോപോൾഡ് എതിർത്തു. ഫിലിപ്പിനല്ല, തന്റെ മകനാണ് രാജ്യം അവകാശപ്പെട്ടത് എന്നായിരുന്നു ലിയോപോൾഡിന്റെ വാദം. ആ തർക്കം യുദ്ധത്തിൽ കലാശിച്ചു. ഒരു ഭാഗത്ത് പോർച്ചുഗൽ, ഹംഗറി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയുമായി ഫ്രാൻസും സ്പെയിനും, മറുഭാഗത്ത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, ഡച്ച് റിപ്പബ്ലിക്, ഓസ്ട്രിയ അടങ്ങിയ ഗ്രാൻഡ് അലയൻസ് സഖ്യവും. 1701 മുതൽ 1714 വരെ യുദ്ധം നീണ്ടു. പൊതുവെ ശക്തരായ ഗ്രാൻഡ് അലയൻസ് സഖ്യത്തിനായിരുന്നു വിജയം. പക്ഷേ യുദ്ധം അവസാനിക്കുന്നതുവരെ പോലും സാൻജോസിന് ആയുസില്ലായിരുന്നു. 1708 ജൂൺ 8 ബ്രിട്ടീഷ് കമാൻഡർ ചാൾസ് വേജറും സംഘവും സാൻജോസിനെയും അതിന് അകമ്പടി പോയിരുന്ന 2 യുദ്ധക്കപ്പലുകളും ആക്രമിച്ചു. ചാൾസ് വേജർ തൊടുത്ത പീരങ്കിയുണ്ട സാൻജോസിന്റെ പായകൾ തുളച്ചു കടന്നു. കപ്പിത്താനും സംഘവും കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും കപ്പൽ ഒന്നാകെ തീഗോളം വിഴുങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ സാൻജോസ് മുങ്ങിത്താണു.
മുങ്ങുന്ന സമയത്ത് 600ഓളം പേർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവരിൽ 11 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. സ്വർണവും മരതകവും വെള്ളിയുമെല്ലാം കപ്പലിനൊപ്പം കടൽ കൊണ്ടുപോയി. സാൻ ജോസയുടെ ഇരട്ട സഹോദരി സാൻ വാക്കിൻ പക്ഷേ യുദ്ധത്തെ അതിജീവിച്ചു. യുദ്ധം കഴിഞ്ഞു. കാലചക്രം പിന്നെയും ഒരുപാട് ഉരുണ്ടു. സാൻ ജോസ് വിസ്മൃതിയിലുമായി. ദുരൂഹതയിൽ മറഞ്ഞുകിടന്ന സാൻ ജോസിനെ വീണ്ടും വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് കൊളംബിയയാണ്. 2015 സാൻ ജോസയുടെ അവശിഷ്ടം കണ്ടെത്തിയെന്നും വീണ്ടെടുക്കാൻ ഒരുങ്ങുന്നു എന്നും വ്യക്തമാക്കി കൊളംബിയ രംഗത്തെത്തുന്നത്. 200 ടണ്ണോളം വരുന്ന നിധിശേഖരം കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ കണക്കിൽ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സാൻ ജോസെ കണ്ടെടുത്ത കൊളംബിയൻ നാവിക സൈന്യം റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പകർത്തിയ വീഡിയോകളും പുറത്തുവിട്ടു. കൊളംബിയൻ സർക്കാർ പുറത്തുവിട്ട ചിത്രങ്ങളിൽ കടൽ നിരപ്പിൽ സ്വർണ്ണ നാണയങ്ങളും ചായക്കപ്പുകളും പീരങ്കിയും മറ്റ് പുരാവസ്തുക്കളും ചിതറിക്കിടക്കുന്നതൊക്കെ കാണാം. എന്നാൽ സാൻ ജോസെ മറഞ്ഞുകിടക്കുന്ന സ്ഥലം മാത്രം കൊളംബിയ പുറത്തുവിട്ടില്ല. 1981 ഗ്ലോക്കാമോറ എന്ന US കമ്പനി തങ്ങൾ സാൻ ജോസെ കണ്ടെത്തിയെന്നും നിധിയുടെ പകുതി നൽകാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൊളംബിയയുമായി ധാരണയിൽ എത്തിച്ചേർന്നുവെന്നും വാദിച്ചിരുന്നു. സി അർമാഡോ എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ പര്യവേഷക സംഘമാണ് കപ്പലും നിധിയും കണ്ടെത്തിയത് എന്നാണ് ഗ്ലോക്കാമോറയുടെ വാദം. നിധിയുടെ 65% ആവശ്യപ്പെട്ട അമേരിക്കയുടെ നീക്കത്തെ കൊളംബിയ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. 5% വിഹിതം മാത്രമേ നൽകാനാകൂ എന്നായിരുന്നു കൊളംബിയയുടെ നിലപാട്. പിന്നാലെ ഗ്ലോക്കാമോറ കേസ് നൽകി. നിധി ഇരു കക്ഷികളും തുല്യമായി വീതിച്ചെടുക്കണമെന്ന് 2007 കോടതി വിധിക്കുകയും ചെയ്തു. ഗ്ലോക്കാമോറ US കോടതിയെയും സമീപിച്ചു. എന്നാൽ സാങ്കേതിക കാരണം പറഞ്ഞ് ഹർജി തള്ളിയ കോടതി സാൻ ജോസ് കൊളംബിയയുടെ സ്വത്താണെന്ന് വ്യക്തമാക്കി. അന്ന് ഗ്ലോക്കാമോറ കണ്ടെടുത്തത് സാൻ ജോസ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച് വിവരം പുറത്തുവിടാൻ കൊളംബിയ തയ്യാറായില്ല. പിന്നാലെ 2015 മറ്റൊരു സ്ഥലത്ത് സാൻ ജോസെ കണ്ടെത്തിയെന്നവകാശപ്പെട്ട് കൊളംബിയ രംഗത്ത് വരുന്നത്. റിമസ് 6000 എന്ന ആളില്ലാ അന്തർവാഹിനിയാണ് കപ്പൽ കണ്ടെത്തിയത്. ഇതിനിടെ നിധിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ട് സ്പെയിനും ബൊളീവിയയും രംഗത്തെത്തി. സാൻ ജോസിന്റെ പേരിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിധികുംഭം ആരെടുത്താലും പകുതി കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഇപ്പോഴും കടലിനടിയിൽ കിടക്കുകയാണ്. ഏതു കാലത്ത് ഇനി പുറത്തെടുക്കാൻ കഴിയും? ആര് പുറത്തെടുക്കും? ആര് കൈവശപ്പെടുത്തും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ മലയാളികളുടെ കമന്റുകളാണ് അതിലേറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ കപ്പൽ മുങ്ങും, മനുഷ്യന്റെ മൂട്ടിൽ പൊട്ടുന്ന സ്ഫോടക വസ്തുക്കളും നിറച്ച്, മൂക്കിൽ വെക്കാനുള്ള പഞ്ഞിയും കൊണ്ട് മുങ്ങുമ്പോൾ ഇതേപോലെ സ്വർണമോ വെള്ളിയോ കൊണ്ടൊക്കെ മുങ്ങണം. തപ്പിയെടുക്കാൻ മലയാളിയെ കഴിഞ്ഞു ആളുള്ളൂ അണ്ണ. MSC എൽസ കപ്പൽ മുങ്ങിയപ്പോൾ അതിൽ സ്വർണമാണ്, കിട്ടിയാൽ തരില്ലെന്ന് പറഞ്ഞ ടീംസ് വരെ ഇവിടെയുണ്ട്. തുടങ്ങി മലയാളികളുടെ കമന്റ് ഒരുപാട് വരുന്നുണ്ട്. സ്വർണവും കൊണ്ട് കപ്പൽ മുങ്ങിയതും കേരളത്തിൽ കപ്പൽ മുങ്ങിയതും എടുത്തിട്ട് ട്രോളുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി മറന്നു പോകരുത്. ആഴക്കടലിലേക്ക് പതിച്ച കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റാനും തീ പിടിച്ച വാൻഹായ് കപ്പലിന്റെ തീ അണയ്ക്കാനുമൊക്കെ കുറെ മനുഷ്യർ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.